all, welcome back to Career Win Updates. ടീച്ചിങ് മേഖലയിലെ പ്രധാനപ്പെട്ട കോഴ്സായിട്ടുള്ള BEd കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് ഈ വീഡിയോയുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. പ്രധാനമായിട്ടും 2 വർഷത്തെ BEd 4 വർഷത്തെ BEdലോട്ട് മാറ്റുകയാണെങ്കിൽ അത് എപ്പോഴാണ്, അതുമായി ബന്ധപ്പെട്ടുള്ള സാധ്യതകൾ, അതുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഉറപ്പെടുത്താണ്. അപ്പോൾ BEd കോഴ്സുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിലവിൽ ടീച്ചിങ് മേഖലയിലോട്ട് ടീച്ചിങ് എന്നുള്ള പ്രൊഫഷൻ ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ആവശ്യമായിട്ടുള്ള അടിസ്ഥാന യോഗ്യതയാണ് BEd കോഴ്സ് എന്നുള്ളത്. അതായത് നിലവിൽ BEd കോഴ്സ് എടുക്കുകയാണെങ്കിൽ 2 വർഷത്തെ BEd കോഴ്സാണ് പഠിക്കേണ്ടത്. അപ്പോൾ നിലവിൽ അതായത് ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ PG കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് 2 വർഷത്തെ BEd കോഴ്സ് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ UP സ്കൂൾ മുതൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വരെ അധ്യാപകരാക്കുവാൻ ആവശ്യമായിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ എലിജിബിലിറ്റിയാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഒരുപാട് വിദ്യാർത്ഥികൾ സംശയമാണ്, ഈ വർഷം BEd കോഴ്സ് എടുക്കാൻ സാധിക്കാത്തവർക്ക് അടുത്ത വർഷങ്ങളിൽ 4 വർഷം എന്നുള്ള ആ ഒരു സിസ്റ്റം വരുമോ, അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും തുടങ്ങിയ പ്രധാനപ്പെട്ട സംശയങ്ങളാണ്. അപ്പോൾ നിലവിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, BEd കോഴ്സ് എന്ന് വെച്ചാൽ ടീച്ചിങ് മേഖലയിലോട്ട് താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കുക. അതായത് +2 ശേഷം ഡിഗ്രി കഴിഞ്ഞ് എടുക്കുകയാണെങ്കിൽ അതായത് UP സ്കൂളിലും അതേപോലെ തന്നെ ഹൈസ്കൂളിലുമാണ് നിലവിലത്തെ സ്റ്റാറ്റസ് പ്രകാരം ടീച്ചിങ് പ്രൊഫഷനായിട്ട് ജോലി ചെയ്യാൻ സാധിക്കുക. ഇനി അതേപോലെ ഡിഗ്രിയുടെ കൂടെ PG കഴിഞ്ഞതിന് ശേഷം 2 വർഷത്തെ BEd എടുത്തു കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറി വരെ, അതായത് UPയും ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും പഠിപ്പിക്കുക എന്നുള്ള ഒരു ക്വാളിഫിക്കേഷൻ എലിജിബിലിറ്റിയാണ് ലഭിക്കുക. എന്നാൽ നിങ്ങൾക്കറിയാം, പുതിയ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ വരികയാണ്. അതുമായി ബന്ധപ്പെട്ടതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ പലപ്പോഴും വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ കോഴ്സുകൾ എടുക്കുന്നത്. ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഒരുപക്ഷെ ഏകദേശം 3-4 മാസം മുമ്പ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് വന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ തന്നെ വിദ്യാർത്ഥികൾ അറിയിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ കേരള സർക്കാർ കൊണ്ടുവരുന്ന ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ മേഖലയിൽ ടീച്ചിങ് മേഖലയിൽ വലിയൊരു മാറ്റങ്ങൾ തന്നെ വരികയാണ്. അപ്പോൾ അതുമായി ഖാദർ കമ്മിറ്റി റിപ്പോർട്ടും നേരത്തെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുമായിട്ട് ഏകദേശം ഒരുപാട് കൺസേൺസ് ഈ മേഖലയിലുണ്ട്. അപ്പോൾ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരുപാട് പുതിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു മാറ്റം തന്നെയാണ് ടീച്ചിങ് മേഖലയിലുള്ള ഒരു പരിഷ്കാരം. അതായത് ഹയർ സെക്കൻഡറിയും ഹൈസ്കൂളും അതായത് ഒരു കുടക്കീഴിലായി മാറ്റുമ്പോൾ, അത് ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും ഒറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റായിട്ട് മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും ടീച്ചിങ് മേഖലയിലും അത് ഒരുപാട് മാറ്റങ്ങൾ വരും. അപ്പോൾ അതൊരു പക്ഷേ ആ മാറ്റങ്ങൾ ഒരുപക്ഷെ ഗുണമായിട്ടും അതേപോലെ തന്നെ ദോഷമായിട്ടും, കാരണം നമ്മൾ ഏത് മേഖല നോക്കുകയാണെങ്കിൽ ഗുണവും അതേപോലെ ദോഷവും ഉണ്ടാകും. ഉദാഹരണത്തിന് ഈ ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും മിക്സഡ് ആയിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ടീച്ചേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ നിർബന്ധമായിട്ടൊരു മാറ്റങ്ങൾ വരും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം BEd ഉള്ളവർക്ക് UPയും ഹൈസ്കൂളും ഇപ്പോൾ പഠിപ്പിക്കാമെങ്കിൽ ഇനി അങ്ങോട്ട് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നിലവിൽ വന്നതിന് ശേഷം സ്വാഭാവികമായിട്ടും അതായത് ഹൈസ്കൂൾ ടീച്ചറായിട്ട് മാറണമെങ്കിൽ അത്തരത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്കും നിർബന്ധമായിട്ടും ഡിഗ്രിയുടെ കൂടെ PG കൂടി ആവശ്യമായിട്ട് വരും. അപ്പോൾ നിലവിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ സർവീസിൽ ഈ പറയുന്ന ഡിഗ്രി പ്ലസ് BEd കൊണ്ട് ഹൈസ്കൂൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ഇനി അങ്ങോട്ട് സർവീസിൽ പ്രൊമോഷൻ കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി പ്രൊമോഷൻ, അല്ലെങ്കിൽ അത് ഹയർ സെക്കൻഡറി മീൻസ് അതായത് നിങ്ങൾ ശ്രദ്ധിക്കാൻ +2 വരെ പഠിപ്പിക്കാൻ, ഗ്രേഡ് 12 വരെ പഠിപ്പിക്കാൻ സാധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് PG നിർബന്ധമായിട്ട് വരും, അല്ലെങ്കിൽ പ്രൊമോഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കില്ല. ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് എപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ നമുക്ക് ഏറ്റവും മാക്സിമം എത്രത്തോളം നമുക്ക് നേടാൻ സാധിക്കുമോ ആ ക്വാളിഫിക്കേഷൻ നമ്മൾ നേടിയിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രകാരം ഇനി അതേപോലെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വരികയാണെങ്കിൽ അതിലും ഈ പറയുന്ന മാറ്റങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിലവിൽ ഡിഗ്രിയുടെ ശേഷം PG കൂടി കഴിഞ്ഞതിന് ശേഷം BEd എടുക്കുക. ഇനി അല്ലെങ്കിൽ നിലവിൽ ഡിഗ്രി കഴിഞ്ഞ് BEd എടുത്തവർ അതിനുശേഷം PG കൂടി എടുത്തു കഴിഞ്ഞാൽ ഹൈസ്കൂളും അതേപോലെ ഇനി അങ്ങോട്ട് ഹയർ സെക്കൻഡറിയും ഹൈസ്കൂളും വന്നാവുകയാണ്. ഈ രീതിയിൽ 8ാം ക്ലാസ് മുതൽ പഠിപ്പിക്കാൻ സാധിക്കണം. ഇനി അല്ലാത്ത ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം UP എന്നുള്ള ലെവൽ എപ്പോഴും ഉണ്ടാകും. UP ഈ പറയുന്ന ഡിഗ്രി പ്ലസ് BEd ഉണ്ടെങ്കിൽ UP സ്കൂളിൽ എപ്പോഴും പഠിപ്പിക്കാൻ പറ്റും. ഇനി LP ലെവലോട്ട് നോക്കുകയാണെങ്കിൽ BEdകാർക്ക് പഠിപ്പിക്കാൻ പറ്റുകയില്ല. അതായത് TTC തന്നെയാണ്. അതിൽ പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രകാരം വലിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയില്ല. 2030 TTCയുടെ പ്രാധാന്യം കുറയുമോ എന്നൊക്കെ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് സംശയമുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു അപ്ഡേറ്റ് വരാത്ത സ്ഥിതിക്ക് നമുക്ക് TTC എന്നുള്ളൊരു കോഴ്സ് അവിടെ തന്നെ നിൽക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഹൈസ്കൂൾ LP ലെവലിലും BEd എന്നുള്ള സംവിധാനം കൊണ്ടുവരികയാണെങ്കിൽ മാത്രം സ്വാഭാവികമായിട്ടും LP എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രൈമറി മേഖലയിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ BEd കരിക്കുലം, അത് BEd സിലബസും പറയുന്ന TTCയും ഇന്ത്യയിൽ ഡിഫറൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കോഴ്സ് അവിടെ തന്നെ നിലനിൽക്കാനാണ് സാധ്യത. എന്തായാലും നമുക്കത് ആ ഒരു അപ്ഡേറ്റ് നമുക്ക് എഡ്യൂക്കേഷൻ മേഖലയിൽ നിന്ന് നമുക്ക് അപ്ഡേറ്റ് വരെ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ എന്തായാലും TTC ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇനി BEd എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇനി അങ്ങോട്ട് 4 വർഷത്തെ BEd എന്നുള്ള സിസ്റ്റം വരികയാണെങ്കിൽ ഇനി എന്താണ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിലവിൽ നമുക്ക് 2 വർഷത്തെ BEd ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കേരളത്തിൽ എപ്പോഴാണ് 4 വർഷത്തെ BEd വരിക, ഇനി ഓൾ ഇന്ത്യ തലത്തിൽ
ഈ 4 വർഷത്തെ ബി എഡ് എന്നുള്ളത് പല സെൻട്രൽ യൂണിവേഴ്സിറ്റികളും പല സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളും വന്നു കഴിഞ്ഞു. ഇനി അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ ഉണ്ടാകുമോ? അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ബി എഡ് കോഴ്സ് 4 വർഷം എന്നുള്ളത് നേരത്തെ തന്നെ തീരുമാനിച്ച ഒരു കാര്യം തന്നെയാണ്. അത് പ്രകാരം നേരത്തെ തന്നെ പല സെൻട്രൽ യൂണിവേഴ്സിറ്റികളും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും അവസാനപ്പെട്ട നമ്മുടെ കേരളത്തിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് ബി എഡ് എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ബി എഡ് എന്നുള്ളത് 4 വർഷം എന്ന് പറയുമ്പോൾ സ്വാഭാവികം ചില വിദ്യാർത്ഥികൾ വിചാരിക്കും ബി എഡ് എന്നുള്ളത് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം 4 വർഷം ബി എഡ് പഠിക്കുക എന്നുള്ളത് അല്ല. അതായത് +2 ശേഷം ഇൻ്റഗ്രേറ്റഡ് ബി എഡ്, അതാണ് 4 വർഷം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. +2 കഴിഞ്ഞ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം 3 വർഷത്തെ ഡിഗ്രിയുടെ കൂടെ 1 വർഷം കൂടി എടുത്തു കഴിഞ്ഞാൽ 4 വർഷം കൊണ്ട് ഡിഗ്രിയും ബി എഡും കൂടി പഠിക്കുവാൻ സാധിക്കുന്ന രീതിയിലുള്ള ഇൻ്റഗ്രേറ്റഡ് ബി എഡ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഇൻ്റഗ്രേറ്റഡ് ബി എഡ് എന്നുള്ള സംവിധാനം നിലവിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷം, അതായത് ഈ അക്കാഡമിക് ഇയറിൻ്റെ ഇൻ്റഗ്രേറ്റഡ് ബി എഡ് കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള അഡ്മിഷൻ സംബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റും നമ്മൾ നേരത്തെ ചാനൽ അറിയിച്ചിരുന്നു. അതായത് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം +2വിൻ്റെ മാർക്ക് ഒരിക്കലും എവിടെയും മാനദണ്ഡമല്ല. +2 പാസ്സായിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ജസ്റ്റ് എൻട്രൻസ് പരീക്ഷ എഴുതിയിട്ട് രാജ്യത്തെ പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾ ആഗ്രഹിച്ച സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ബി എഡ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് ഇൻ്റഗ്രേറ്റഡ് ബി എഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യം എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് നോക്കുക, കേരളത്തിലെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ വളരെ പരിമിതമായ സീറ്റുകൾ മാത്രമാണ് ബി എഡ് ഉള്ളത്. അതും ഏറ്റവും കൂടുതൽ ഡിഗ്രിക്കോ അല്ലെങ്കിൽ പി ജിക്കോ മാർക്ക് ഉള്ള വിദ്യാർത്ഥികൾക്കാണ് അഡ്മിഷൻ കിട്ടുക. അതും ഏറ്റവും വലിയൊരു പ്രയാസകരമായ കാര്യം തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ അഭിപ്രായത്തിൽ ശരിക്കും ഉടൻ തന്നെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിലും ഇൻ്റഗ്രേറ്റഡ് ബി എഡ് എത്രയും പെട്ടെന്ന് വരുത്താണ് ഏറ്റവും ബെറ്റർ. കാരണം +2 കഴിഞ്ഞ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് എൻട്രൻസ് എക്സാം വഴി കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ സ്വാഭാവിക ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, വിദ്യാർത്ഥികളുടെ ഇൻ്റലിജൻസ് ടെസ്റ്റ്, ഇങ്ങനെയുള്ള നോർമലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും ഈ ഒരു എൻട്രൻസ് എക്സാം ഉണ്ടാവുക. ആ എൻട്രൻസ് എക്സാമുമായി ബന്ധപ്പെട്ട് ഓരോ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് ചെറിയ ക്വസ്റ്റൻസ് അത് ആ മേഖലയിലുണ്ടാകും. അത് കൃത്യമായിട്ടൊന്ന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇൻ്റഗ്രേറ്റഡ് ബി എഡ് വഴി എളുപ്പത്തിൽ, അതായത് മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം അഡ്മിഷൻ കിട്ടും എന്നുള്ളത് വളരെ പ്രയാസകരമായതുകൊണ്ട് തന്നെ ഇൻ്റഗ്രേറ്റഡ് ബി എഡ് സംവിധാനം വന്നാൽ എൻട്രൻസ് പരീക്ഷ എഴുതിയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ വളരെ നല്ലൊരു കാര്യം തന്നെയായിട്ടാണ് പറയുവാനുള്ളത്. അപ്പോൾ എന്തായാലും 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് ബി എഡ് ഇനി ഉടൻ തന്നെ കേരളത്തിലെ സ്റ്റേറ്റിൽ വരുമെന്ന് ചോദിച്ചാൽ പെട്ടെന്നൊന്നും അത് വരാൻ സാധ്യതയില്ല. കാരണം ഇവിടുത്തെ സിസ്റ്റം പ്രകാരം നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട 4 യൂണിവേഴ്സിറ്റി എടുത്താൽ കാലിക്കറ്റ്, MG കേരള കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് എടുത്തു കഴിഞ്ഞാൽ ഓരോ യൂണിവേഴ്സിറ്റി കീഴിലും ധാരാളം സെൽഫ് ഫിനാൻസ് കോളേജുകളും അതേപോലെ തന്നെ അല്പം ഗവൺമെൻറ് എയ്ഡ് കോളേജും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിസ്റ്റം പെട്ടെന്ന് മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഇൻ്റഗ്രേറ്റഡ് ബി എഡ് എന്ന് പറയുമ്പോൾ ഡിഗ്രി + ബി എഡ് എന്നുള്ള സിസ്റ്റം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിലവിലത്തെ സിസ്റ്റം പൂർണ്ണമായിട്ട് മാറ്റേണ്ടി വരും. അതുപോലെ തന്നെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ പെട്ടെന്ന് ഈ ഒരു സിസ്റ്റം വരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും താമസിയാതെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം, അതായത് നാഷണലൈസ് എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം ഈ ഒരു സിസ്റ്റം വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിലവിൽ 4 വർഷത്തെ ബി എഡ് എന്നുള്ളത് ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ PG കഴിഞ്ഞ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 2 വർഷത്തെ ബി എഡ് ചെയ്യുവാനുള്ള സിസ്റ്റം തീർച്ചയായും ഉണ്ടായിരിക്കും. അല്ലാത്ത പക്ഷം ഈ ഡിഗ്രി കഴിഞ്ഞ അല്ലെങ്കിൽ PG കഴിഞ്ഞ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും 4 വർഷത്തെ ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് നിശ്ചിത സമയം കൊടുത്തതിന് ശേഷം മാത്രമായിരിക്കും ഇത് പൂർണ്ണമായിട്ടും എടുത്ത് മാറ്റുകയുള്ളൂ. ഇനി അതേപോലെ തന്നെ ഈ വർഷം ബി എഡ് ഇനി എവിടെയും കിട്ടാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ സ്വാഭാവികമായിട്ടും 4 വർഷത്തെ ബി എഡ് ഉടൻ തന്നെ വരുമെന്നുള്ളൊരു ഇൻഫർമേഷൻ വരാനിരിക്കെ നിങ്ങൾക്ക് ഇനിയും നമ്മുടെ കേരളത്തിൽ ബി എഡ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് സ്വാഭാവികമായിട്ടും കേരളത്തിന് പുറമെയുള്ള കേരള PSC അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി നിങ്ങൾക്കുണ്ട്. അതായത് നിങ്ങൾക്ക് വിദ്യാർത്ഥി സംബന്ധിച്ച് ലേറ്റ് അഡ്മിഷൻ എടുക്കുവാൻ സാധിക്കും. നിലവിൽ ഈ വർഷത്തെ ബി എഡ് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും നിങ്ങൾ പല കോഴ്സുകൾ എടുക്കുന്ന വിദ്യാർത്ഥികളും ആ കോഴ്സൊക്കെ അഡ്മിഷൻ കിട്ടിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലേറ്റായിട്ട് അഡ്മിഷൻ എടുക്കുവാൻ സാധിക്കുന്ന കേരള PSCയുടെ അപ്രൂവലുള്ള പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിക്ക് നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് യൂണിവേഴ്സിറ്റിക്ക് ആ രീതിയിൽ നിങ്ങൾക്ക് ലേറ്റ് അഡ്മിഷൻ ഇപ്പോൾ നിങ്ങൾക്ക് എടുക്കുവാൻ സാധിക്കും. അത്തരത്തിൽ ലേറ്റായിട്ട് അഡ്മിഷൻ എടുത്ത് 2 വർഷത്തെ ബി എഡ് പൂർത്തീകരിച്ച് ടീച്ചിങ് മേഖല ആഗ്രഹിക്കുന്നവർക്കൊക്കെ അഡ്മിഷന് ഹെൽപ്പുമായി ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇനിയും ബി എഡ് അഡ്മിഷൻ ലേറ്റായിട്ട് എടുക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ആ ലിങ്കിൽ ജോയിൻ ചെയ്തതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ഗ്രൂപ്പിൽ അറിയിക്കും. അത് പ്രകാരം നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയാൽ മാത്രം, അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമാണ് പല ഗ്രൂപ്പിലും പല മേഖലയിലുള്ള ഏജൻസികളൊക്കെ അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഏജൻസികളൊക്കെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ കരിയർവേൻ്റെ കീഴിൽ നിന്ന് കൃത്യമായിട്ട് ആരും അങ്ങോട്ട് വിളിക്കില്ല. കൃത്യമായിട്ട് ആരും ആപ്ലിക്കേഷൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു ഫോമുണ്ട്. ആ ഫോം നിങ്ങൾ ഫില്ല് ചെയ്ത് അയച്ചാൽ മാത്രമാണ് നിങ്ങൾ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് അതിനുശേഷം നിങ്ങൾ അതിൽ കൊടുത്തിട്ടുള്ള എൻ്റെ പേഴ്സണൽ നമ്പർ നിങ്ങൾ അയക്കുക. അപ്പോൾ തിരിച്ച് നിങ്ങളെ കോൺടാക്ട് ചെയ്ത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടുള്ള നിയമവശങ്ങളൊക്കെ പറഞ്ഞ ശേഷം മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. അത്തരത്തിൽ ബി എഡ് 2 വർഷത്തെ ലേറ്റായിട്ട് അഡ്മിഷൻ എടുക്കാൻ വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും സമയമുണ്ട്. അപ്പോൾ എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധയോടുകൂടി മാത്രം എടുക്കുക. ഇനി പലപ്പോഴും പല സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളും പേര് പറഞ്ഞ് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ അപ്രൂവൽ ഉണ്ടാകുമോ, PSC അപ്രൂവ്ഡ് ആണെങ്കിൽ എനിക്ക് സംശയം ചോദിക്കാണ്ട് അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം. കൃത്യമായിട്ട് നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി ഈക്വലൻസി ഇല്ലാത്ത ഒരു യൂണിവേഴ്സിറ്റി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കേരള PSCയുടെ അപ്രൂവൽ നിങ്ങൾക്ക് കിട്ടുകയില്ല. അതുപോലെ തന്നെ കൃത്യമായിട്ട് കേരള PSC അപ്രൂവലുള്ള
ബി എഡ് മാത്രം നിങ്ങൾ പുറമേയുള്ള യൂണിവേഴ്സിറ്റി ചെയ്യുക. അതേപോലെ ബി എഡ് എന്നുള്ളത് പൂർണ്ണമായിട്ടും റെഗുലർ കോഴ്സ് മാത്രമാണ്. ഒരു യൂണിവേഴ്സിറ്റിയും ഡിസ്റ്റൻസ് ആയിട്ട് ബി എഡ് കൊടുക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ബി എഡ് എന്നുള്ളത് ഇൻവാലിഡ് ആയിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതൊക്കെ വളരെ ഗൗരവപരമായിട്ട് മാത്രം നിങ്ങൾ ചെയ്യുക. കാരണം വെറുതെ നിങ്ങൾ എവിടെയെങ്കിലും അഡ്മിഷൻ എടുത്ത് നിങ്ങൾ കരിയർ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അതുപോലെ നിങ്ങൾ പൈസ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും 4 വർഷത്തെ ബി എഡ് എന്നുള്ള സിസ്റ്റം വരുന്നതിന് മുമ്പ് പരമാവധി വിദ്യാർത്ഥികൾ നിലവിൽ ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിലും PG കഴിഞ്ഞവരാണെങ്കിലും 2 വർഷത്തെ ബി എഡ് എന്നുള്ളത് പൂർത്തീകരിക്കുക. ഇനി 4 വർഷത്തെ ബി എഡ് എന്നുള്ളത് ഇപ്പോഴത്തെ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരുപക്ഷെ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ, കേരളത്തിൻ്റെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിൽ ഇനിയും അല്പം സമയമെടുക്കും. ഇനി അത് ഘട്ടം ഘട്ടമായിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ നടന്നു വരികയാണ്. അപ്പോൾ എന്തായാലും ഉടൻ തന്നെ നമ്മൾ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ വരും. പക്ഷേ തൊട്ടടുത്ത വർഷങ്ങളിൽ തന്നെ അത് നടപ്പിൽ വരുത്തുക എന്നുള്ളത് ഒരിക്കലും അതൊരു പ്രായോഗികമായിട്ട് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും ഉടൻ തന്നെ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ എന്തായാലും ടീച്ചിങ് മേഖല ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങൾ നിർബന്ധമായിട്ട് ബി എഡ് എന്നുള്ള കോഴ്സിൽ നിങ്ങൾ കഴിയുക. ഞാൻ നേരത്തെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബി എഡിൻ്റെ സാധ്യത കേവലം കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറമേയുള്ള സ്റ്റേറ്റുകളിലും പ്രത്യേകിച്ച് GCC കൺട്രികൾ, ഇനി അതേപോലെ നമ്മുടെ രാജ്യത്തിന് പുറമെയുള്ള മറ്റു പ്രധാനപ്പെട്ട കൺട്രി, എല്ലാ മേഖലകളിലും ടീച്ചിങ് എന്നുള്ളത് ഒരു മിനിമം പ്രൊഫഷൻ ബി എഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കേവലം കേരളത്തിൽ മാത്രം ഒതുങ്ങാതെ മറ്റു മേഖലയിൽ കൂടി സാധ്യതയുള്ള ഈ ഒരു പ്രൊഫഷൻ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ എന്തായാലും ബി എഡ് കോഴ്സ് എന്നുള്ളത് അത്രയും സാധ്യതയുള്ള ഒരു കോഴ്സ് ആയതുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയും ഡിമാൻഡ് ഉള്ളത്. അപ്പോൾ എന്തായാലും അഡ്മിഷൻ കിട്ടാത്തവർക്കൊക്കെ ഈ ഒരു ഹെൽപ്പായിട്ട് നിങ്ങൾക്ക് പുറമേയുള്ള യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ മേഖല ആഗ്രഹിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും നല്ല രീതിയിൽ നിങ്ങൾക്ക് കോഴ്സ് പഠിക്കുവാനും ഏറ്റവും നല്ല മികച്ച ഒരു അധ്യാപകനാകുവാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥം ആശംസിച്ചുകൊണ്ട് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള പുതിയൊരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഇപ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദരി ശരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.